കിട്ടിയിരിക്കുകയാണ്. ഇവിടെ മാളാൻ തന്നെയാണ് പാമ്പാണോ നോക്കി പിടിച്ചോട്ടാ. മാലപ്പടക്കമായിട്ടാണ് കേട്ടോ നമ്മുടെ ജോയിച്ചേട്ടൻ വന്നിരിക്കുന്നത്. മാലപ്പടക്കം അതായത് സബിക്കി ഇല്ലേ, സബിക്കി എന്ന് പറഞ്ഞ സാധനമാണ്. അതിങ്ങനെ ഒരു മാലപ്പടക്കം പോലെ കുറെ ഉണ്ടാവും ഇതിന്റെ മുകളിൽ. ജോയിച്ചേട്ടാ ഇന്ന് പിടിക്കുവോ? അന്നപ്പൊക്ക് ആ മാലപ്പടക്കത്തിന് തിരികൊളുത്താൻ പോവാണ്. സബിക്കി എറിഞ്ഞ് നമ്മൾ ഉദ്ഘാടിക്കാൻ പോവാണ്. പുതിയ സബിക്കി മേടിച്ചാണ്. മേടിക്കേണ്ട, ജോയിച്ചേട്ടൻ്റെ കടയിൽ നിന്ന് എടുത്താണ്. ആ എറിഞ്ഞിരിക്കുകയാണ്. സബിക്കിയിൽ ഇഷ്ടംപോലെ മീൻ കിട്ടുമോ? പിന്നല്ലേ നോക്കാം. ആണോ? ഞാൻ വേറെ ആൾക്കാരുടെ വീഡിയോയിൽ കണ്ടുള്ളത് 5-6 അതിനകത്ത് കിട്ടിയിട്ടുള്ളതാണ്. നോക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജോയിച്ചേട്ടൻ്റെ കടയിൽ നിന്ന് ഇത് നാളെ തന്നെ ഞാൻ മേടിക്കുന്നതാണ്. എന്തായാലും പിടിച്ചിരിക്കുന്നതാണ് ജോയിച്ചേട്ടൻ പറയണത്. അവിടെ ടെറൻസ് ചേട്ടന് എന്തോ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പാമ്പാണോ? പാമ്പല്ല, കയറ്. ഏത്? ആ കിട്ടിയിരിക്കണു, മാളാൻ കിട്ടിയിരിക്കണു. മാളാൻ അടിപൊളി. പാമ്പല്ല, മാളാനാണ്. ആരും പേടിക്കണ്ട. മാളാനെ കിട്ടിയിരിക്കുകയാണ്. മേത്തേക്ക് ആക്കരുത് കേട്ടോ, എനിക്ക് പേടിയാണ്. റീൽ എൻ്റെ മേത്ത് കൊടുക്കുന്നു. അങ്ങനെ മാളാനെ പിടിച്ച് നമ്മുടെ ടെറൻസ് ചേട്ടൻ വിജയകരമായിട്ട് കയറ്റിയിരിക്കുകയാണ് കേട്ടാ. ഇവിടെ മാളാൻ തന്നെയാണ് പാമ്പാണോ നോക്കി പിടിച്ചോട്ടാ. ഞാനിത് അതിന് പിടിക്കില്ലേ. മാളാനാ? മാളാനാണോ പാമ്പാണോ എന്ന് ടെറൻസ് ചേട്ടന് പേടിയാണ്. കഴിച്ച് ഞങ്ങൾ കായലിലേക്ക് തന്നെ റിലീസ് ചെയ്യാണ്. ഉണ്ണിയേട്ടൻ ആ നന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോയാ നമ്മുടെ ടെറൻസ് ചേട്ടൻ്റെ നല്ല മനസ്സാണ് നമ്മളതിനെ തിരിച്ച് കായലിലേക്ക് എറിയാൻ കാരണം. ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ അവൻ ജീവിച്ചോട്ടെ എന്നാണ് ടെറൻസ് ചേട്ടൻ പറയുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എറിയുക, എന്നിട്ട് മെല്ലെ വലിച്ചെടുക്കുക. അപ്പോൾ ആ തിളക്കത്തിൽ വന്ന് മീനുകൾ അട്രാക്ട് ചെയ്ത് നമ്മൾ പിടിക്കും. അതാണ് സബിക്കിയുടെ പ്രവർത്തന രീതി. പക്ഷേ ഇന്നിപ്പോൾ ഇട്ടിട്ട് കിട്ടുന്നില്ല, മീനില്ലാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ നല്ല വെയിൽ വേണമെന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. തിളങ്ങണ ഈ സാധനം, അതിന് മുകളിലൊരു തിളങ്ങണ സാധനം ഉണ്ട്. ആ സാധനം തിളങ്ങിയാലാണ് മീനുകളെ അട്രാക്റ്റ് ചെയ്യുള്ളൂ.